സോ ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാണ്ട് പോകുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം ഒരുപാട് പേര് നിങ്ങളുടെ വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറേ സോഫ്റ്റ്വെയർസൊക്കെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒറിജിനൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒറിജിനലായിട്ട് യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് റേറ്റ് കുറവിൽ എടുക്കാൻ പറ്റിയൊരു മെത്തഡാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാണ്ട് പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ കാരണം ഒരു 90% ആൾക്കാരും PC അല്ലെങ്കിൽ സിസ്റ്റം അല്ലെങ്കിൽ ലാപ്പ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്. സോ നമ്മളിത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ keysfan.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. ഓക്കെ, സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിനുശേഷം നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേരിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ keysfan.com എന്നാണ് ഈ ഒരു സോഫ്റ്റ്വെയർ സൈറ്റിൻ്റെ പേര്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ്, അതുപോലെ തന്നെ ആൻറ്റിവൈറസ്, അതുപോലെ തന്നെ നമ്മുടെ വിൻഡോസ് ആക്ടിവേഷൻ കീസൊക്കെ നിങ്ങൾക്ക് ലോ റേറ്റിൽ അല്ലെങ്കിൽ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങളൊരു ബോട്ട് 65 എന്ന് പറയുന്ന ഒരു കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അപ് ടു 60% ഓഫും, അതുപോലെ തന്നെ ബോട്ട് 50 എന്ന് പറയുന്ന ഒരു കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അപ് ടു 50% ഓഫും കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു 50% ഓഫ് എന്ന് പറയുന്നത് വിൻഡോസ് കീസിനും അതുപോലെ തന്നെ ബോട്ട് 62 എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് അങ്ങനത്തെ സംഭവങ്ങൾക്കാണ് ഈ റേറ്റ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, സോ ഇത് കിടക്കുന്ന ഇപ്പം യൂറോയിലാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിടക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ USD നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മേലെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് ബൾക്കായിട്ട് ഓർഡേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പം 1 പീസിനാണ് ഈ ഒരു റേറ്റ് ഫസ്റ്റ് 35 കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലാഭത്തിന് അത് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതെല്ലാം നമ്മുടെ റേറ്റ്. സോ ഇത് കൂപ്പൺ അപ്ലൈ ചെയ്യാതെയുള്ള റേറ്റാണ്. സോ ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് കൂപ്പൺ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് 50% ഓഫ് കിട്ടുന്നതായിരിക്കും. അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വിൻഡോസിൻ്റെ ആക്ടിവേഷൻ കീസാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് താഴെ ആക്ടിവേറ്റ് വിൻഡോസ് എന്ന് പറയുന്ന ഒരു ടാഗ് വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. എനിക്കും ആ സിസ്റ്റത്തിനകത്ത് വന്ന് കിടക്കുന്നുണ്ട്. സോ ഇത് കഴിയുമ്പം ഞാൻ ഇതിൽ നിന്ന് ആ കീ എടുത്തിട്ട് ഞാനത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ടാഗ് റിമൂവ് ആക്കാൻ, അതുപോലെ തന്നെ വിൻഡോസിലെ പകുതി ഫീച്ചേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടാഗ് റിമൂവ് ആക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആൻറ്റിവൈറസ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്യണം. സോ ഈ ഒരു വിൻഡോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിനെന്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ബണ്ടിലായിട്ട് മൊത്തത്തിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോട്ട് 62 എന്ന് പറയുന്ന ആ ഒരു കൂപ്പൺ കോഡ് കൊടുത്തതിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ബണ്ടിലായിട്ട് കിട്ടും. അതായത് വിൻഡോസ് 11 പ്ലസ് അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് 2021 ഒക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ വരുന്നത്. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഓഫീസ് 2019 മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സൈഡിൽ നാലാമതായിട്ട് കിടക്കുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതൊന്നും കൂടാതെ തന്നെ ഇവരുടെ സൈറ്റിൽ നിങ്ങൾക്ക് ആൻറ്റിവൈറസ് അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സോ സേഫായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് വൈറസ് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് ബാക്കി കാര്യങ്ങളൊന്നും കയറാതെ സേഫായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു keysfan.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഇനി അടുത്തത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് വെച്ച് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് വെച്ച് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും. സോ ഇതിനകത്ത് നിങ്ങളുടെ 1 പീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ലാതെ ഒരു പ്ലസ് ഐക്കൺ കാണാനായിട്ട് പറ്റും. ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത്ര നിങ്ങൾക്ക് ഇതാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ വിൻഡോസ് 11 Pro ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം വിൻഡോസ് 11 Pro തന്നെ സെലക്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് വിൻഡോസ് 10 മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പത്തെ ഒരു ഓപ്ഷനിൽ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിൻഡോസ് 10 പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ സിസ്റ്റത്തിന് വേണ്ട റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഹൗ ടു ഇൻസ്റ്റാൾ അല്ലെങ്കിൽ ഹൗ ടു ആക്ടിവേറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതോടെ വായിച്ച് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് 50% ഓഫ് അല്ലെങ്കിൽ 62%, ഇപ്പം ഓഫീസിനാണെന്നുണ്ടെങ്കിൽ 62% ഓഫ്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ വിൻഡോസ് പ്രൊഫഷണൽ കീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 50% ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇത് ആഡ് ടു കാർട്ട് അടിക്കുക. ആഡ് ടു കാർട്ട് അടിച്ച് നിങ്ങൾക്ക് ഇവിടെ മേലെ കാർട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ആൻറ്റിവൈറസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് അധികം സോഫ്റ്റ്വെയർസ്, അതുപോലെ തന്നെ മാൽവെയർ ഫൈറ്റർ പ്രോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാനുവലി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത സാധനം ഇപ്പം ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ആഡ് ചെയ്തത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് പോവുക, ചെക്കൗട്ട് പേജിലോട്ട് പോവുക. ആൻഡ് ചെക്കൗട്ട് പേജിലോട്ട് പോയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഞാൻ പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോ ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ
സോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ബോട്ട് 50 എന്ന് പറയുന്ന ആ ഒരു കൂപ്പൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് 50% ഓഫ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ ഓൾറെഡി 27 ആയിരുന്നു. സോ അത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ 13 ആയിട്ട് വന്ന് കാണപ്പെട്ടു. സോ 27 നിന്ന് ഡയറക്റ്റ് -13 ചെയ്തിട്ട് നമുക്ക് 13 എന്നുള്ള ഒരു വാല്യൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഫ്ലാറ്റ് 50% പകുതി പൈസ നിങ്ങൾ കൊടുത്താൽ മതി. ആൻഡ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓഫീസാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഓഫീസിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബോട്ട് 62 എന്ന് പറയുന്ന ആ ഒരു കോഡാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് താഴെ പ്ലേസ് ഓർഡർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെക്കൗട്ട് പേജിലോട്ട് പോകും. സോ ഇനി ചെക്കൗട്ട് പേജിൽ നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് കാര്യങ്ങളാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാൻ പറ്റും. സോ 13 euro എന്നുള്ളതാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് അതുപോലെ തന്നെ പേയ്പാൽ ക്രെഡിറ്റ് കാർഡ് എന്നാണ്. സോ ഞാനിവിടെ ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പേയ്പാൽ ആണുള്ളത് നിങ്ങൾക്ക് പേയ്പാൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ക്രെഡിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിന് പേയ്മെൻറ്റ് സേഫായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ലാസ്റ്റ് ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു keysfan.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കീ എന്താണ് ആക്ച്വലി കീ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ എന്തായാലും വീഡിയോ കാര്യങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഇതിൻ്റെ ഫയൽസും ലിങ്കും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ട ലിങ്ക്സ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റി എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. സോ കിട്ടിലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.